സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നാട്ടിൽ നിന്ന് ബോംബെ വന്നിട്ട് ഇവിടെ നമുക്ക് വൈഫൈ ഇല്ല. അത് കാരണം നമ്മൾ വീഡിയോ ഇടുന്നത് ഒത്തിരി ലേറ്റായിട്ടാണ് ആൾക്കാർക്ക് കിട്ടുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ പറയാനുള്ള കാര്യം പറയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് 23-ാം തീയതി 2 വീഡിയോ ഇട്ടു. ഒന്ന് ഇവിടുത്തെ ഒരു കള്ളിനെ പറ്റിയായിരുന്നു, നമ്മുടെ ജവാൻ മദ്യം, ഇവിടുത്തെ ഒരു മദ്യം കിട്ടുന്നതിനെ പറ്റി. അത് കഴിഞ്ഞിട്ട് വേറൊരു രാഷ്ട്രീയ ഇത് വിട്ടു. അതാരും കണ്ടില്ല. മറ്റേതാണെങ്കിൽ ഒരു 1K ആൾക്കാർ കൂടുതൽ കണ്ടു എളുപ്പമെന്ന്. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് പറയുന്നത്. നമ്മളെ കാണാനായിട്ടല്ല, എന്നാലും അത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു കാര്യം കൂടെ ആ മദ്യത്തിനെ പറ്റി ബന്ധപ്പെടുത്തി പറയുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഞാൻ അവിടെ കുറച്ച് നാൾ താമസിക്കുമ്പം അവിടെ പൊതിയാനൊരു പേപ്പർ തരുമായിരുന്നു. ഒരു പേപ്പറിൻ്റെ ഒരു ചോദിച്ചാലേ കിട്ടത്തുള്ളൂ, അത് തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതങ്ങ് നിർത്തിയിട്ട് അവരൊരു സഞ്ചി 15 രൂപയ്ക്കും 10 രൂപയ്ക്കും വിൽക്കാൻ, 15 രൂപയ്ക്ക് 20 രൂപയ്ക്കും വിൽക്കാൻ തുടങ്ങി. അത് പൈസ കൊടുത്ത് മേടിക്കണം. അത് കിട്ടുന്ന പ്ലാസ്റ്റിക് കുപ്പി, അത് ലീക്കേജൊക്കെയാണ്, ഞങ്ങൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ ഈ സഞ്ചിയുടെ കാര്യമാണ് പറയാൻ വന്നത്. ഇവിടെ മഹാരാഷ്ട്രയിൽ ഏറ്റവും വില കുറഞ്ഞ് ബോംബെയിൽ കിട്ടുന്നൊരു സാധനം ഇതാണ്. ഇത് പല ഫ്ലേവറിലുണ്ട്. ഇത് എന്താ പറയുന്നത്, കൺട്രി എന്ന് പറയും, പക്ഷേ നിംബു എന്നൊക്കെ പറയും. ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു നല്ലൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഇട്ടാണ് അവരിത് തരുന്നത്. പിന്നെ റൊമാനോവ് ഒടുക്കം മേടിച്ചു, ഹാഫ് ബോട്ടിലോ 1/2 ലിറ്ററോ. അപ്പോഴേ അതിന് പറ്റിയ ഒരു കവറ് നല്ല അടിപൊളിയായിട്ട് ഇതിനകത്തിട്ട് അവർ തരുന്നത്. ഹാപ്പി ബർത്ത്ഡേ, എന്താ പറയുന്നത്, ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ അവർ തരും. ആ ഫുൾ ബോട്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കാണിച്ചത് തന്നെയാണ് സംഭവം. ഈ ഒരു സഞ്ചി അവരതിനകത്ത് ഫ്രീ ആയിട്ട് തരും. ഇതിനകത്ത് ഇട്ടേ തരത്തുള്ളൂ. ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല, അതിട്ട് തരും. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരിത്. നമ്മുടെ നാട്ടിലാണല്ലോ ഒരു പേപ്പർ ചോദിച്ചാൽ ഇപ്പോഴേക്ക് പേപ്പറില്ല, വേണേ മേടിച്ചു. ഇതാണ് അവിടുത്തെ അവസ്ഥ. അത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. നമ്മളെപ്പോഴും ഇത് ഓർക്കത്തില്ല. അന്നിത് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി നീണ്ടുപോയേനെ. ഓക്കെ, ബൈ, ജയ് ഹിന്ദ്.